പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോഴും പരീക്ഷകളായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ മാത്രമാണ് ഒരു പാഠം പഠിക്കുന്നത്. ഏറ്റവും മികച്ചത് തേടി നമ്മൾ യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുണ്ടായിരുന്നത് മികച്ചതായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരിഞ്ഞു നടക്കാനാവാത്ത ദൂരത്ത് നാം യാത്രയുടെ അന്ത്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാവും. ഉണ്ണുന്ന ഭക്ഷണത്തിന്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ വിലയോ ഉറങ്ങുന്ന വീടിന്റെ വലിപ്പമോ അല്ല. ഏത് തരത്തിലാണേലും സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ജീവിത വിജയം. എത്ര പേരുടെ ആഘോഷങ്ങളിൽ ആരവമുയർത്തി എന്നതിനേക്കാൾ അനക്കമില്ലാതിരുന്ന എത്ര ജീവിതങ്ങളെ തൊട്ടുണർത്തി എന്നാണ് പ്രധാനം. ഒരാളുടെ ദുഃഖങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. അവയുടെ എല്ലാം മീതെ അയാളുടെ സന്തോഷത്തിന്റെ കാരണമാവുക എന്നതിനേക്കാൾ വലിയ പുണ്യമില്ല. വീണപ്പൂവുകളുടെ കഥ പറഞ്ഞ് വിരിയുവാനുള്ള പൂക്കളുടെ വസന്തം നിഷേധിക്കരുത്. ചുറ്റുപാടുകളിൽ മൊത്തം വിദ്വേഷം പടർത്തുകയും അതേസമയം പ്രാർത്ഥനകളിൽ വിനീതനാവുകയും ചെയ്യുന്നത് അർത്ഥരഹിതമായ കാര്യമാണ്. ഈശ്വരനോട് കാരുണ്യം അർത്ഥിക്കുന്നതിന് മുൻപേ നാം മറ്റുള്ളവരോട് എത്രത്തോളം കരുണ കാണിക്കുന്നവർ ആണെന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. നല്ലത് വിതച്ചാൽ അതിലും ഉത്തമമായത് കൊയ്യുവാൻ സാധിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.